ഹിന്ദു സമൂഹം ആത്മീയമായ ഉപാസനയിലൂടെ ശക്തി സമ്പാദിക്കണമെന്ന് അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രം സംരക്ഷിക്കേണ്ട ഭരണകൂടങ്ങൾ അവ തകർക്കാൻ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ എല്ലാം സംരക്ഷണ സമിതിയുടെ കീഴിൽ വരണമെന്നും സ്വാമി പറഞ്ഞു. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി NK ചന്ദ്രൻ, കൗൺസിലർ KP അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വന്നു ചേരുന്നു എന്നുള്ളതും നമുക്ക് ആശങ്കാജനകമാണ്. ഭക്തന്മാരുടെ പേരിൽ ഭക്തന്മാരോട് അവരുടെ ധനങ്ങൾ അവരെ കൊള്ളയടിക്കുകയാണ്. ഭക്തന്മാരെയാണ് കൊള്ളയടിക്കുന്നത്. ഭക്തന്മാർ എന്തിനാണ് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്ക സമർപ്പിക്കുന്നത്? ഈ സമൂഹത്തിന് എന്തെങ്കിലും നന്മകൾ ചെയ്യണം, അല്ലെ സമൂഹത്തിന്റെ ധാർമ്മികമായ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്ക സമർപ്പിക്കുന്നത്. അവിടെ ഒരു പുസ്തകം പോലും, ആത്മീയ പുസ്തകങ്ങൾ പോലും വിൽക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ അവർ കൊടുക്കില്ല. ആത്മീയ പുസ്തകങ്ങൾ വിൽക്കുകയല്ല, ആത്മീയ പുസ്തകങ്ങൾ അവിടെ വിതരണം ചെയ്യുകയാണ് വേണ്ടത്. ചെറിയ വിലകൾക്ക് അല്ലെങ്കിൽ സൗജന്യമായിട്ട് ക്ഷേത്ര സംവിധാനങ്ങൾ എന്താണെന്നും ആത്മീയത എന്താണെന്നും അതിലൂടെ ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ട ക്ഷേത്രങ്ങളാണ്. പക്ഷെ അത്തരം പ്രവർത്തനങ്ങളൊന്നും ഇന്ന് നമുക്ക് ശബരിമലയിലോ ഗുരുവായൂരിലോ അല്ലെ അതേപോലെയുള്ള ക്ഷേത്രങ്ങളിലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ സംരക്ഷിക്കാനുള്ളവർ യഥാർത്ഥത്തിലുള്ള സംരക്ഷകരാണ് വേണ്ടത്. ഇന്ന് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെയാണ് പലരും. അപ്പൊ അങ്ങനെ നാശോന്മുഖമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇനിയും നമ്മുടെ സമൂഹം അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് സമൂഹം നിലനിൽക്കുന്നത്.